മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ വീശിയടിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു കൊടുങ്കാറ്റാണ്. പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ധരിച്ചുകൊണ്ടുവന്ന ഒരു തലമുണ്ടാണ് ആ കൊടുങ്കാറ്റിന് കാരണം. അത് വലിയൊരു വർഗീയ കൊടുങ്കാറ്റായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീശിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. യേശു കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച് തോണിയിലുണ്ടായിരുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നു. യേശു 2 പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്നു. യേശു ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. യേശുവിൻ്റെ ശ്രദ്ധ എപ്പോഴും മനുഷ്യജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. മതനിയമങ്ങളെ അവിടുന്ന് നിശിതമായി വിമർശിച്ചിരുന്നു. മതനിയമങ്ങൾക്കെല്ലാം അതീതമായി മനുഷ്യ സ്നേഹത്തിലേക്കും കരുണയിലേക്കും നമ്മൾ ഉയരണമെന്നാണ് യേശു ശരിക്കും ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കേരളീയ പശ്ചാത്തലത്തിൽ നടന്ന ആ സംഭവത്തെ ഒന്ന് വ്യാഖ്യാനിക്കാം. മനുഷ്യന് ദൈവം തലമുടി നൽകിയിരിക്കുന്നത് എന്തിനാണ്? തലമുടി നൽകിയിരിക്കുന്നത് തലയിൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൺസ്ട്രോക്ക് ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. കാരണം മനുഷ്യർ വെയിലത്തിറങ്ങി നടക്കുകയും ധാരാളം ജോലി വേലകൾ ചെയ്യുന്നവരുമാണ്. ഇന്ത്യയിൽ പലപ്പോഴും 40 ഡിഗ്രി വരെയൊക്കെ ചൂട് ഉയരാറുണ്ട്. എന്നാൽ ഇന്ന് തലമുടി, വസ്ത്രം മുതലായവയെല്ലാം ആധ്യാത്മിക വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഹിന്ദു മതത്തിൽ ആധ്യാത്മികയുടെ ഭാഗമായി തല മുണ്ടനം ചെയ്യുന്നു. വേറെ ചിലർ തല നീട്ടി വളർത്തി അത് ജടയായി കെട്ടിവെക്കുന്നു. ക്രിസ്തു മതത്തിൽ കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ച് തലമുടി മറയ്ക്കുന്നു. ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ തലമുടി മറയ്ക്കുന്നു. ഇതെല്ലാം ആധ്യാത്മികതയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് മനുഷ്യരുടെ ആത്യന്തികമായ രക്ഷയ്ക്ക്, മനുഷ്യജീവന് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. യേശു ഇങ്ങനെയുള്ള നിയമങ്ങൾക്കെതിരായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇതാ ഇവിടെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ പറയുന്നു, അവൻ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമരിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. ലോകത്തിൽ 2 മതങ്ങൾ, ഇസ്ലാം മതവും ക്രിസ്തു മതവും, ധാരാളമായിട്ടുള്ള മതനിയമങ്ങൾ ഉണ്ടാക്കുകയും അതനുസരിക്കാത്തവരെ എല്ലാം അതിക്രൂരമായി കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്തുമതം അത് ഒരു 500 വർഷം മുമ്പ് വരെ അതിക്രൂരമായി മനുഷ്യനെ കൊന്നുകളഞ്ഞിരുന്നു. ഇസ്ലാം മതം ഇപ്പോഴും അവരുടെ രാജ്യങ്ങളിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കുകയും അതനുസരിക്കാത്തവരെ കൊന്നുകളയുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇതിനെതിരെയാണ്, ഇങ്ങനെയുള്ള നിയമങ്ങൾക്കെതിരെയാണ് ക്രൈസ്തവ ലോകം ഒരു കൊടുങ്കാറ്റായി വീശിയടിക്കേണ്ടത്. നമ്മളും എന്നാൽ
ഒരു കൊടുങ്കാറ്റായി, മനുഷ്യജീവനെ രക്ഷിക്കുന്ന ഒരു കൊടുങ്കാറ്റായി മാറുന്നതിന് പകരം നമ്മളും ഇതുപോലെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും എങ്ങനെയെങ്കിലും മനുഷ്യനെ ശിക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഭാരമുള്ള ചുമടുകൾ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭാരമുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലൊരു പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് മഠത്തിലെ പഠനം ഉപേക്ഷിച്ച് ഇങ്ങ് തിരിച്ചു പോകുന്നതെന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, മഠത്തിൽ നിയമങ്ങളൊന്നും അനുസരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് നിയമം? പറഞ്ഞു, ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിളിച്ചു, അങ്ങനെ ഉണ്ടോ? അവൾ പറഞ്ഞു, ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഫോൺ വിളിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു, ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഫോൺ വിളിച്ചാൽ പോരെ വീട്ടിലേക്ക്, മഠമല്ലേ എന്ന് പറഞ്ഞു. ഇല്ല, എനിക്കെൻ്റെ അനിയൻ വീട്ടിലുള്ള അനിയൻ്റെ ബർത്ത്ഡേക്ക് വരുമ്പോൾ വിളിക്കണം, പപ്പായുടെ ബർത്ത്ഡേ വരുമ്പോൾ വിളിക്കണം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ബർത്ത്ഡേ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? അതുകൊണ്ട് അവിടേക്കും പോന്നു. ഏതായാലും നമ്മളതിനെക്കുറിച്ചൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. ഏതായാലും യേശു എല്ലാ സാബത്ത് നിയമങ്ങൾക്കും എതിരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുങ്കാറ്റുകളായി മാറൂ, കൊടുങ്കാറ്റായി ചീറിയടിക്കൂ. ഇന്ന് കേരളത്തിൽ മനുഷ്യജീവന് ഏറ്റവും ഭീഷണിയായിരിക്കുന്ന കാട്ടുപന്നികൾ, മനുഷ്യന് ഏറ്റവും ഭീഷണിയായിരിക്കുന്ന തെരുവ് പട്ടികൾ, ഈ തെരുവ് പട്ടികളെ മുഴുവനും എല്ലാവരും ചേർന്ന് വനത്തിലേക്ക് ഓടിക്കുക. അതുപോലെ തന്നെ ഈ കാട്ടുപന്നികളെ എല്ലാം വനത്തിലേക്ക് ഓടിക്കുക. അപ്പോൾ ഈ രണ്ട് മൃഗങ്ങളും പരസ്പരം പോരടിക്കട്ടെ. കാരണം ഈ കാട്ടുപന്നികൾക്ക് നമ്മുടെ കേരളത്തിൽ പ്രതിയോഗികളില്ല, തെരുവ് പട്ടികൾക്കും നമ്മുടെ നാട്ടിൽ ശരിയായ പ്രതിയോഗികളില്ല. അവയ്ക്ക് പ്രതിയോഗികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവ പരസ്പരം ഭക്ഷണമായി തീരുകയും അതിൻ്റെ എണ്ണം ക്രമീകരിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ മൃഗങ്ങളുടെ ഈ പ്രതിയോഗികൾ മൂലമാണ് അവയുടെ നമ്പർ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ ഉപദ്രവിക്കേണ്ടതില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ലൗദാത്തെ സി എന്ന ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് സംഭവങ്ങൾ, കേരളത്തിലെ ഈ തെരുവ് പട്ടികൾക്ക് പ്രതിയോഗികളില്ല, കാട്ടുപന്നികൾക്കും പ്രതിയോഗികളില്ല. അപ്പോൾ അതിങ്ങനെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയും മനുഷ്യജീവന് ദൂഷ്യമായി തീരുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന നീറുന്ന വിഷയങ്ങൾക്കെതിരെയാണ് നമ്മൾ കൊടുങ്കാറ്റായി ചീറിയടിക്കേണ്ടത്. യേശു അന്നത്തെ കാലത്തെ എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ വലിയ കൊടുങ്കാറ്റായി ചീറിയടിച്ചു. അതുകൊണ്ട് ആ കൊടുങ്കാറ്റ് തന്നെ മതി മനുഷ്യജീവനെ രക്ഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. മനുഷ്യജീവനാണ് ഏറ്റവും വലുത്, മത നിയമങ്ങളല്ല എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർത്തിരിക്കുക. സൗഖ്യദായകനായ യേശുവിൽ കൂടുതലായി വിശ്വസിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.